ഹൊറർ ആൻഡ് മിസ്റ്ററി ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ആനിമി വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ സഹായിക്കുക. സബ്സ്ക്രൈബ്. കഥയുടെ തുടക്കത്തിൽ ഒരാൺകുട്ടി ആരോടോ മിസാക്കി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നതാണ് കാണിക്കുന്നത്. 26 വർഷം മുമ്പ് 9ാം ക്ലാസ്സിലെ 3rd സെക്ഷനിൽ മിസാക്കി എന്ന പേരുള്ള ഒരു പെൺകുട്ടി പഠിച്ചിരുന്നു. അവൾ 7ാം ക്ലാസ് മുതലേ പഠിത്തത്തിൽ ടോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും കുട്ടികൾക്കെല്ലാം അവളെ ഭയങ്കര കാര്യമായിരുന്നു. 9ാം ക്ലാസ്സിന്റെ തുടക്കകാലത്ത് തന്നെ അവളും അവളെ പേരന്റും പോയിക്കൊണ്ടിരുന്ന വണ്ടി ആക്സിഡന്റായി മിസാക്കി മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അത് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അവരെല്ലാവരും മിസാക്കിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് നൽകണമെന്ന് തീരുമാനിച്ചു. അവൾക്ക് വേണ്ടി ഒരു ഡെസ്ക് പ്രത്യേകം അവിടെ വെച്ച് അവൾ മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ 1 വർഷം പോയി. എന്നാൽ അവർ വിചാരിക്കുന്നത് ഇപ്പോഴും അവൾ അവരുടെ കൂടെയുണ്ടെന്നാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. അവന്റെ പേരാണ് കൊയ്ച്ചി. അവന് നീമാത്തോറസ് എന്ന് പറഞ്ഞൊരു അസുഖം കാരണമാണ് ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ളത്. കുറെ ഫാമിലി പ്രോബ്ലംസ് കാരണം ടോക്കിയോയിൽ നിന്നും അവന്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ടോമിയാറയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. യോമിയാമ മിഡിൽ സ്കൂളിൽ അവൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിന്റെയും പിന്നെ അവന്റെ അമ്മേന്റെ അനിയത്തി അഥവാ ആന്റീന്റെയും കൂടിയാണ് അവൻ നിൽക്കുന്നത്. അവന്റെ ആന്റിയുടെ പേര് റെയ്ക്കോ എന്നാണ്. റെയ്ക്കോവും പിന്നെ അവന്റെ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവും അവന്റെ അമ്മ മരിച്ചെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ആന്റി ഇങ്ങനെ ജനാലയുടെ അരികിൽ വന്നിട്ട് ഒരു സ്ഥലം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് യോമിയാമ മിഡിൽ സ്കൂളാണ്, ഞാനും നിന്റെ അമ്മയും അവിടെയാണ് പഠിച്ചത്, ഇനി നീയും അവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ തന്നെ യോമിയാമ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. അതിൽ നടുക്കുള്ളവൻ പറയുന്നു ഞാൻ കസാമി, റൈറ്റ് സൈഡിലുള്ള പേര് സക്കുറാഗി, നമ്മൾ 2 പേരും ക്ലാസ് ഓഫീസേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളവരുടെ പേര് അക്കസാബ, ഇവള് കൗണ്ടർ മെഷേഴ്സ് എടുക്കാനുള്ള ഇൻചാർജ് ആണെന്ന്. സാക്കുറാഗി കൊയ്ച്ചിക്ക് ബൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആക്കസാബ ചോദിക്കുന്നു നീ എപ്പോഴെങ്കിലും മുമ്പേ ഇങ്ങോട്ടേക്ക് വന്നിരുന്നോന്ന്. അപ്പൊ കൊയ്ച്ചു പറയുന്നു ഇല്ല, എന്റെ മുത്തശ്ശനും മുത്തശ്ശി ഈടിയാ, ഞാൻ പക്ഷെ കുഞ്ഞിലാറ്റം വന്നേറ്റേ എനിക്ക് ഓർമ്മയുള്ളൂന്ന്. അപ്പൊ ആക്കസാബ പോകാൻ നേരത്തെ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഹാൻഡ് ഷേക്കും കൊടുക്കുന്നു. എന്നിട്ട് സംശയത്തോടെ ഒന്ന് ഓട്ടോ നോക്കുന്നു. പിന്നീട് നമ്മളെ കൊയ്ച്ചി ലിഫ്റ്റിലുള്ള കാണിക്കുന്നത് ഓങ്ങിയ ഫോണിൽ നോക്കിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ അവളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവളെ കണ്ണിലൊരു ഐപാച്ച് ഇട്ടിട്ടുണ്ടെന്നും പിന്നെ യോമിയാമ മിഡിൽ സ്കൂളിലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അവൻ ചോദിക്കുന്നു നീ യോമിയാമ മിഡിൽ സ്കൂളിലെ സ്റ്റുഡന്റ് ആണോന്ന്. അപ്പൊ അവള് കൂടുതലൊന്നും പറയാതെ തല മാത്രം ആട്ടുന്നു. കൊയ്ച്ചി അവളെ കയ്യിലൊരു വിചിത്രമായ ഒരു ഡോളിനെ ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നു നീ എന്താ ബേസ്മെന്റ് 2ൽ ഇറങ്ങുന്നതെന്ന്. അപ്പൊ അവള് പറയുന്നത് എനിക്ക് ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു പോകുന്നു. അപ്പൊ അവളോട് ബാക്കിൽ നിന്ന് ചോദിക്കുന്നത് നിന്റെ പേരെന്താന്ന്. അപ്പോൾ അവള് പറയുന്നത് മിസാക്കിന്ന്. രാവിലെ തന്നെ കൊയ്ച്ചിന്റെ അച്ഛൻ ഫോൺ വിളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൊയ്ച്ചിന്റെ അച്ഛൻ വിളിക്കുന്നതായിട്ട് കൊയ്ച്ചി എടുത്ത് എനിക്ക് സംസാരിക്കുമ്പോൾ എന്റെ ഹെൽത്ത് എല്ലാം എങ്ങനെയുണ്ട് എന്നാലും ചോദിച്ച് കൊയ്ച്ചിന്റെ അച്ഛൻ പറയാൻ നമ്മളെ കുടുംബപരമായിട്ട് എല്ലാവർക്കും ഈ രോഗമുണ്ട് എന്ന്. അപ്പൊ കൊയ്ച്ചി ഫോൺ കട്ട് ചെയ്യുമ്പോൾ കൊയ്ച്ചി വിചാരിക്കും ഇന്നലെ രാത്രി അഥവാ അവന്റെ ആന്റി റെയ്ക്കോ എന്തെല്ലോ പറഞ്ഞു സ്കൂളിനെ പറ്റിയിട്ടെന്ന്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ എല്ലാ റൂൾസും അനുസരിക്കണമെന്നും പിന്നെ ഒറ്റയ്ക്ക് എവിടെയും പോറെന്നെല്ലാം പറഞ്ഞു. പിന്നെ 3ാമത്തെ ലാസ്റ്റ് റൂള് പറയാൻ മുമ്പേ അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് തന്നെ ഓനെ ശ്രദ്ധിച്ചില്ല. പിന്നീട് കൊയ്ച്ചിന്റെ സ്കൂളിലാണ് കാണിക്കുന്നത്. കൊയ്ച്ചിന്റെ ക്ലാസ് ടീച്ചർ പറയുന്നതാണ് ഇതാണ് മിസ് മികാമി, ഹോം റൂം ടീച്ചറാണ്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മിസ് മികാമിനോട് പറയാവുന്നതാണെന്ന്. അവന്റെ ക്ലാസ് ആയിട്ടുള്ള 3rd സെക്ഷനിൽ പോയിട്ട് അവന്റെ സ്വന്തം ഇൻട്രൊഡക്ഷൻ എല്ലാ പിള്ളേർക്കും കൊടുത്തതിന് ശേഷം അവൻ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മിസാക്കിയും ഏറ്റവും ബാക്ക് ബെഞ്ചിലായിട്ട് ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നത്. പിന്നെ ഇന്റർവൽ ടൈമിന് അവന്റെ ചുറ്റിനും പിള്ളേരെല്ലാം വന്നിട്ട് നിന്റെ അച്ഛന്റെ പണി എന്താ, നിന്റെ വീട് എങ്ങനെയുണ്ട്, പിന്നെ എന്റെ ടോക്കിയോ സിറ്റി എങ്ങനെയാന്നെല്ലാം ചോദിച്ചു ഇങ്ങനെ എക്സെട്ര എന്തെല്ലോ ചോദിക്കുന്നുണ്ട്. കുഴിച്ച് ഇങ്ങനെ മിസാക്കിന്റെ സീറ്റിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മിസാക്കി അവിടെ ഇല്ലാത്തതായിട്ട് അവൻ കാണുന്നത്. അപ്പൊ കസാമി അത് നോക്കുന്നുണ്ട്. കസാമി ചോദിക്കുന്നത് എന്താന്ന്. അപ്പൊ അവൻ പറയുന്നത് ഇന്ന് ആക്കസാബി ഇന്ന് ലീവാണോ. അപ്പം പറയുന്നത് ആക്കസാബി ഇന്ന് ലീവാന്ന്. എന്നിട്ട് കസാമി വേറെ ഒരുത്തനോട് കണ്ണ് കാണിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ നിനക്ക് സ്കൂൾ മൊത്തം ഇന്ന് കാണിച്ചു തരാന്ന്. പിന്നീട് അവരുടെ ലഞ്ച് ബ്രേക്കിന് ശേഷം സ്പോർട്സ് പീരീഡ് ആയിരുന്നു. അപ്പൊ അവിടെ തക്കാബായി ആശി എന്ന് പറഞ്ഞ ചെക്കൻ അവന്റെ കുയിച്ചിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ കുയിച്ചിനോട് അവൻ പറയുന്നത് എനിക്കും ഓടർന്ന ലാഗറുണ്ട്, പക്ഷെ എന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര മോശാ, എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവന് ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് അവൻ മേലോട്ട് കയറി പോകുന്നു. സാക്കുറാഗി അവിടെ വന്നിട്ട് പറയുന്ന എന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുള്ള അതുകൊണ്ട് എനിക്ക് ഓടാനൊന്നും പറ്റൂല എന്ന്. എന്നിട്ട് പറയുന്ന
നീ കസാമീന്റെ കൂട്ടുകാരി എന്നെ ചുറ്റിക്കുമ്പോ എന്തെങ്കിലും എന്നോട് പറഞ്ഞേനോന്ന്. അപ്പൊ കുയിച്ചി പറയുന്നില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. സക്കുറാഗി വിചാരിക്കുന്നു അക്കസാബ എന്തായാലും ഇവനോട് ഇത് പറയാത്തോണ്ട് എന്നോട് ദേഷ്യപ്പെടുന്നു. കുയിച്ചി സക്കുറാഗിനോട് ചോദിക്കുന്നു, നീ മിസാക്കിനെ കണ്ടു? ലഞ്ചിന് ശേഷം ഞാൻ മിസാക്കിനെ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ സക്കുറാഗി ആകെ പേടിച്ചു പോയി മിസാക്കിന്റെ പേര് കേട്ടിട്ട്. കുയിച്ചി മിസാക്കിനെ ടെറസിന്റെ മുകളിൽ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുയിച്ചി മിസാക്കിനോട് പറയാൻ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടേ ഓർക്കുന്നില്ലേന്ന്. അപ്പൊ മിസാക്കി പറയുന്നില്ലാന്ന്. അപ്പൊ കുയിച്ചി പറഞ്ഞു, നിന്റെ കയ്യിൽ അന്നൊരു വിചിത്രമായ ഡോള് കണ്ടിരുന്നു, നീ ആർക്കോ ബേസ്മെന്റ് കൊടുക്കാൻ പോയതാന്ന് പറഞ്ഞ്, അത് ആർക്കേനൊന്ന്. അപ്പം മിസാക്കി പറയുന്ന എന്നോട് ഇത്രയും ചോദ്യം ചോദിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ലാന്ന്. പക്ഷെ മിസാക്കി പറയുന്ന അന്നേ ദിവസം നല്ലതൊന്നല്ല നടന്നേന്ന്. മിസാക്കി ഒന്നും കൂടി പറയുന്ന നിന്റെ പേരും ഡെത്തിന്റെ ഒപ്പം എഴുതി ചേർത്തിട്ടുണ്ട്, അവര് നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പം കുയിച്ചി പറയുന്ന എന്തെന്ന്. അപ്പം മിസാക്കി പറയുന്നത് അവരെന്നോട് പറയും, അതിനൊരു ടൈമായി. മിസാക്കി കുയിച്ചിക്ക് ഒരു വാണിയും കൂടി കൊടുക്കുന്നു, എൻ്റെ ഒപ്പം നടക്കാനോ എന്നോട് സംസാരിക്കാനോ ഒന്നും പാടില്ലാന്ന്. അപ്പോൾ മിസാക്കിൻ്റെ ഈ വർത്തമാനം കേട്ട് കുയിച്ചി ആ കൺഫ്യൂസായി. എന്നിട്ട് കുറേ ചോദ്യങ്ങൾ മിസാക്കിനോട് ചോദിക്കുന്നു. മിസാക്കി ആകെ ഒന്ന് മാത്രം പറയുന്നു, നിനക്കതെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് നടന്നു പോകുന്നു. കുയിച്ചി വീട്ടിലേക്ക് കാറിൽ പോകുമ്പോൾ മിസാക്കി നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. സെക്കൻഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിസാക്കി കുയിച്ചിനോട് പറയാണ്, പ്രോബ്ലം തുടങ്ങിക്കഴിഞ്ഞു, നീ നിന്നെ തന്നെ ഇനി ശ്രദ്ധിക്കണം എന്ന്. പിന്നീട് കുയിച്ചിയും മോച്ചിസുക്കിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് തേശുഗ്വാര എന്ന് പറഞ്ഞ ചെക്കനും വരുന്നുണ്ട്. അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കുയിച്ചി ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഫീലിംഗ് ഈ സ്കൂളിൽ എത്തിയപ്പോൾ തോന്നുന്നുണ്ടോന്ന്. തേശുഗ്വാര പറയാണ്, ഈ ശപിക്കപ്പെട്ട ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയത്, അതിന് മുമ്പ് ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും പറയാൻ തുടങ്ങുമ്പോൾ മോച്ചിസുക്കി അപ്പോൾ അവനെ തടുത്ത് അവനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുയിച്ചി ശ്രദ്ധിക്കുന്നത് മിസാക്കി ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ്. അപ്പൊ അവൻ അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടിട്ട് ഇവര് തടുത്ത്, പക്ഷെ ഇവൻ അതൊന്നും കേൾക്കാണ്ട് അവളുടെ അടുത്തേക്ക് തന്നെ പോയി. കുയിച്ചി മിസാക്കിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് അവളുടെ ഐപാഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഏത് വിധേനയും അവനോട് സംസാരിക്കുന്നില്ല, എന്നോട് സംസാരിക്കണ്ടെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ലൈബ്രറിയനായിട്ടുള്ള അദ്ദേഹം വന്നിട്ട് അവനോട് പറയുന്നത്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, പക്ഷെ ഇപ്പം നീ ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പായിപ്പിച്ചു വിടുന്നത്. അപ്പോഴാണ് അവൻ വിചാരിക്കുന്നത് ഇതെന്താ വേറെ ആക്കും ഇവളെ കാണാൻ പറ്റുന്നില്ലെന്ന് വെച്ച് അവൻ സംശയിക്കുന്നത്. കുയിച്ചി വീണ്ടും ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ നേഴ്സായിട്ടുള്ള മിസ് മിസുവിനോട് ചോദിക്കുന്നതാണ്, അന്നേ ദിവസം ഇവിടെ ഒരു ഐപാഡ് ഇട്ട പെൺകുട്ടിയെ കണ്ടിരുന്നോന്ന്. അപ്പം നേഴ്സ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അന്നേ ദിവസം ഇവിടെ ഏതെങ്കിലും മരണം നടന്നിനോന്ന്. അപ്പോൾ ന്യൂസ് പറയുന്നു, അതെ ഇവിടെ ഒരു മരണം നടന്നതിന്, ആ പെൺകുട്ടിയുടെ പേര് മാത്രം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ കുയിച്ചി ആകെ ഞെട്ടിപ്പോയി. പിന്നെ നേഴ്സ് പറയുന്നു, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് എന്തായാലും കണ്ടെത്തും, ഞാൻ ഇത് പ്രോമിസ് ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം അക്കസാബയും സ്കൂളിലേക്ക് വന്നിരുന്നു. അപ്പോൾ അക്കസാബ കുയിച്ചിനെ പിടിച്ച് ചോദിക്കുന്നു, നീ ഇവിടെയാണോ ജനിച്ചതെന്ന്. അപ്പം കുയിച്ചി പറയുന്ന, ഞാൻ ഇവിടെയാണ് ജനിച്ചതെന്ന്, പിന്നെ എൻ്റെ അമ്മേൻ്റെ മരണശേഷമാണ് എൻ്റെ അച്ഛൻ എന്നെയും കൂട്ടിയിട്ട് ടോക്കിയോയിലേക്ക് പോയതെന്ന്. കുയിച്ചി ആക്കസാബനോട് ചോദിക്കുന്നതാണ്, നീ പിന്നെയും എന്താ എന്നിങ്ങനെ കുത്തി ചോദിക്കുന്നതെന്ന്. അപ്പോൾ ആക്കസാബ പറയുന്നത്, ഞാൻ എന്നെ പരിചയപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എവിടെയാ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. ഞാൻ പിന്നെ കൗണ്ടർ മെഷേഴ്സിൻ്റെ ഇൻചാർജും കൂടി, അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശം ഉണ്ട് എന്ന്. അപ്പോൾ കുയിച്ചി ചോദിക്കുന്ന കൗണ്ടർ മെഷറിൻ്റെ ശരിക്കുള്ള ജോലി എന്താണ്. അപ്പോൾ അക്കസാബ പറയുന്നത്, കൗണ്ടർ മെഷറിന്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂളിനെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ്. കുയിച്ചി ചോദിക്കുന്നത്, എന്തിൽ നിന്നാണ് സ്കൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അക്കസാബ കുയിച്ചിനോട് എന്തോ പറയാൻ പോകുമ്പോൾ തന്നെ മോച്ചിസുക്കിയും സക്കുറാഗിയും പിടിച്ചു വെക്കുന്നുണ്ട് അക്കസാബേനെ. അപ്പോൾ അത് പറയാനും പറ്റിയില്ല. അപ്പോൾ അക്കസാബ പറയുന്നത്, നിങ്ങൾ നീ പിടിച്ചു വെക്കുന്നത് എനിക്ക് അവനോട് ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞല്ലേ പറ്റൂ. മോച്ചിസുക്കി പറയുന്നത്, നീ വരാത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നടന്നെന്നെല്ലാം പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആക്കസാബ പറയാൻ, ഞാൻ ഒറ്റ ദിവസം വന്നില്ല, അപ്പോഴത്തേക്ക് ഇങ്ങനെയല്ല ആയോന്ന്. കുയിച്ചി മിസാക്കി പോകുന്ന കണ്ടിട്ട് അവളുടെ പുറകെ തന്നെ പോകുന്നു. അപ്പോൾ ആക്കസാബ നോക്കി നിൽക്കുന്ന മിസാക്കിനെ ഫോളോ ചെയ്ത് അവനൊരു ആളനക്കില്ലാത്ത സ്ഥലത്തെത്തി. നോക്കിയപ്പോൾ മിസാക്കിനെയും കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഡോൾ ഷോപ്പ് ഉണ്ട്. ആ ഡോൾ ഷോപ്പിന്റെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അവനൊരു കോള് വന്നു. ആ കോള് എടുത്ത് നോക്കുമ്പോൾ മിസുവിന് പറഞ്ഞ അന്ന് മരിച്ച ആ പെൺകുട്ടിയുടെ പേര് മാസൂക്കി യാമസാക്കിയാന്ന് പേര് തോന്നുന്നു പറയുന്നത്. അപ്പൊ അവൻ കോള് കട്ട് ചെയ്ത് പേടിച്ചിട്ട് ആ ഡോൾ ഷോപ്പിന്റെ അടുത്തേക്ക് കയറിയെന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഡോൾ ഷോപ്പിന്റെ അടുത്തേക്ക് കയറിയപ്പോൾ അവിടെ മിസൂക്കിനെ പോലെ തന്നെയുള്ള ഒരു ഡോള് കണ്ട് അവൻ ഞെട്ടിപ്പോകും. അപ്പോഴാണ് മിസാക്കിയുടെ ഡോള് സംസാരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ മിസാക്കി പുറകുന്ന് സംസാരിച്ചേനു. മിസാക്കി പുറകുന്ന് വന്നിട്ട് പറയാം, നീ എന്താ ഇവിടെയെന്ന്. കുയിച്ചി എന്തെങ്കിലും തള്ളി വിടണം എന്നുള്ള രീതിയിൽ ഓൻ പറയുന്നത്, ഞാൻ ഈ സ്ഥലത്ത് പുതിയതാവുകൊണ്ട് എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ സ്ഥലം മൊത്തം ചുറ്റി ഇവിടെ എത്തിപ്പോയതാണ്. അപ്പം മിസാക്കി പറയുന്നത്, എനിക്ക് ഫേവറേറ്റ് ഡോൾ ഷോപ്പാണ് ഇതെന്ന്, നിനക്കല്ലേ എൻ്റെ
ഐ പേജിന്റെ ഉള്ളിൽ കാണണ്ടേന്ന് പറഞ്ഞിട്ട് ഐ പേജ് താത്തുന്നതായിട്ടായിരുന്നു കാണിക്കുന്നത്. 3rd എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഐ പേജ് റിമൂവ് ചെയ്ത മിസാക്കിനെയാണ് കാണിക്കുന്നത്. മിസാക്കി പറയുന്നു, എൻ്റെ കണ്ണിന്റെ സ്ഥാനത്ത് ഒരു ഡോളായിയാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണ് ഐ പേജ് ഇട്ട് മൂടി വരുന്നത്, കാരണം ആ സാധാരണക്കാർ എന്നെ കണ്ട് പേടിക്കാതിരിക്കാൻ. കുയിച്ചി മിസാക്കിനോട് ചോദിക്കുന്നതാണ്, അന്നേ ദിവസം നമ്മൾ കണ്ട ദിവസം ലിഫ്റ്റിൽ വെച്ച് നിന്റെ കയ്യിൽ ഒരു ഡോൾ ഉണ്ടായിരുന്നു, അന്നേ ദിവസം അവിടെ ഒരു മരണവും നടന്നു, നീ ആ ഡോള് ആ മരിച്ച പെൺകുട്ടിക്ക് വേണ്ടിയാണോ കൊണ്ടുപോയത് എന്ന് മിസാക്കിനോട് ചോദിക്കുന്നു. മിസാക്കി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കൊയിച്ചി മിസാക്കിനോട് ചോദിക്കുന്നു, നിനക്ക് മസൂക്കി യാമസാക്കി എന്ന് പറഞ്ഞ സിസ്റ്റർ ആയിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ തലയനക്കിയിട്ട് ഇല്ല എന്ന് കാണിക്കുന്നു. നീ എൻ്റെ ഒപ്പം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മിസാക്കി പറയുന്നു, നിനക്ക് ഇപ്പോഴും സമയമായി, എന്നിട്ട് നീ എനിക്ക് ആ കഥയൊന്നും അറിയില്ല, ഞാൻ എനിക്ക് ആ സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് 26 വർഷം മുമ്പേ ഉള്ള നമ്മൾ തുടക്കത്തിൽ കേട്ട ആ കഥ ഇവനോട് പറയുന്നു. പിന്നെ ഈ എപ്പിസോഡിൽ പറയാത്തൊരു ഭാഗമായിട്ടുള്ള ലാസ്റ്റ് ഭാഗത്തിൽ അവരുടെ ആനുവൽ ആഘോഷത്തിന്റെ ഭാഗമായി എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ മിസാക്കിയും ഉണ്ടായിരുന്നു. നമുക്ക് തുടക്കത്തിലേ അറിയാം മിസാക്കി ആക്സിഡന്റിൽ 9ാം ക്ലാസ് തുടങ്ങിയപ്പോൾ മരിച്ചു വരുന്നു. പക്ഷേ ഫോട്ടോയിൽ ലാസ്റ്റ് ഭാഗത്തിൽ മിസാക്കിയും ഉണ്ടായിരുന്നു. ഓൾറെഡി ഇതെല്ലാം കേട്ടിട്ട് അവനാകെ പേടിച്ചിട്ടേനുള്ള. അന്നേരം അവന്റെ അച്ഛന്റെ കോള് കഴിഞ്ഞിട്ട് അവന് ബാക്കി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. അടുത്ത ദിവസം സ്കൂളിലെത്തിയ കുയിച്ചി തെഷിഗുവാരനോടും സാക്കുറാഗിനോടും ചോദിക്കുന്നതാണ്, 26 വർഷം മുമ്പേ ഉള്ള 9th 3rd സെക്ഷൻ ക്ലാസ്സിലെ കുറിച്ചുള്ള കഥ അറിയുമെന്ന്. സാക്കുറാഗി ചോദിക്കുന്നത്, എനിക്കിതിനെ കുറിച്ചെല്ലാം എങ്ങനെ അറിയാന്ന്. കുയിച്ചി ഇന്നലെ മിസാക്കി പറഞ്ഞു കൊടുത്ത അത്രത്തോളം ഓൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇത് കേട്ട് സാക്കുറാഗി നിൽക്കുമ്പോൾ അവിടെ മിസ്സസ് മിക്കാമി ആയിരുന്നു. മിസ്സസ് മിക്കാമിനോട് സാക്കുറാഗി പറയുന്നത്, ഇവൻ എങ്ങനെയോ ഈ കഥയെ കുറിച്ചെല്ലാം അറിഞ്ഞെന്ന്. മിസ്സസ് മിക്കാമി പറയുന്നത്, നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണ്ടെന്ന്. വീട്ടിലേക്ക് എത്തിയ കുയിച്ചി തന്റെ ആന്റിയിലുള്ള റെയ്ക്കോനോട് ചോദിക്കുന്ന, എന്റെ അമ്മയും 9th ക്ലാസ്സിലെ 3rd സെക്ഷനിൽ തന്നെയാണ് പഠിച്ചതെന്ന്. റെയ്ക്കോ പക്ഷെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുയിച്ചി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ കഥയെ കുറിച്ചെല്ലാം അറിയുമെന്ന്. റെയ്ക്കോ കൂടുതലൊന്നും പറയുന്നില്ല. നീ എന്റെ അമ്മ 9th ക്ലാസ്സിലെ 3rd സെക്ഷനിൽ തന്നെയാണ് പഠിച്ചേ, പക്ഷെ നീ അറിയേണ്ട കഥയെല്ലാം എന്തായാലും വഴിയെ അറിയുന്നു. കസാമിയും കുയിച്ചിയും സ്കൂളിലുള്ള ടൈമിന് മിസാക്കിനെ ടെറസുമ്മൽ കണ്ടിട്ട് അപ്പോൾ തന്നെ കുയിച്ചി നേരെ ടെറസുമ്മിലേക്ക് ഓടുന്നു. അപ്പം കുയിച്ചി ടെറസുമ്മിലേക്ക് ഓടുന്ന കണ്ടിട്ട് കസാമിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് തെഷിഗുവാരൻ കോൾ ചെയ്യുന്ന കാണിക്കും. തെഷിഗുവാര കുയിച്ചിനെ കോൾ ചെയ്തിട്ട് എവിടെയുള്ള എങ്ങനെയുള്ള എന്നാണ് ചോദിക്കുന്നത്. പിന്നെ പറയുന്നത്, എക്സിസ്റ്റ് ചെയ്യാത്ത സാധനത്തിന്റെ പുറകെ ഇങ്ങനെ നീ പോണ്ടാന്ന്. കുയിച്ചിയാകെ കൺഫ്യൂസ് ആയിട്ട് തെഷിഗുവാരൻ ചോദിക്കും, നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. തെഷിഗുവാര പറയുന്നത്, നീ ഇപ്പോ ചെയ്യുന്നൊന്നും ശരിയല്ല, അത് വലിയ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോവുക, നിനക്ക് അറിയേണ്ട കഥയല്ലോ അടുത്ത മാസം നമുക്ക് എന്തായാലും നീ അറിയുന്നു, അതുകൊണ്ട് തന്നെ നീ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കല്ലേ പ്ലീസ്. അടുത്ത സീനിൽ കൊയിച്ച് വീട്ടിലാണ് കാണിക്കുന്നത്. അവന് അന്നേരം ഒരു കോൾ വരുന്നത്. അത് മിസുനോ ആണ്. മിസുനോ പറയുന്നത്, നീ അന്ന് മരിച്ചാളെ പേര് വെച്ചിട്ട് അയാളുടെ പേര് കിട്ടിയിട്ടുണ്ട്, ഫുനിയോക്ക മിസാക്കി എന്നാണെന്ന്. അടുത്ത സീനിൽ കുയിച്ച് ക്ലാസ് ടെസ്റ്റിലെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. മിസാക്കിനെ കണ്ടിട്ട് മിസാക്കിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. മിസാക്കിനോട് പറയുന്നത്, അന്ന് ഹോസ്പിറ്റലിൽ മരിച്ച പെൺകുട്ടിയുടെ പേര് എന്ന് പറഞ്ഞിട്ട് ആ ഫുൾ നെയിം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ മിസാക്കി പറയുന്നത്, അതെന്റെ കസിൻ സിസ്റ്റർ ആണ്. കുയിച്ച് മിസാക്കിനോട് ചോദിക്കുന്നത്, ഞാനിവിടെ വന്നതിന് തൊട്ട് ശ്രദ്ധിക്കുന്നത് വേറെ ആരും എന്നെ കാണുന്നില്ല, എനിക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് വരെ എനിക്കിടക്ക് തോന്നലുണ്ടെന്ന്. മിസാക്കി പറയുന്നത് റിയാലിറ്റി അതാണെങ്കിലോ എന്ന്. അപ്പൊ കുയിച്ചി ആകെ ഞെട്ടിപ്പോയി. സാക്കുറാഗി ആ വഴി പോകുമ്പോൾ മിസാക്കിനെയും കൊയിച്ചിനെയും ഒരുമിച്ച് കണ്ടിട്ട് തന്റെ കൊടയെടുത്തിട്ട് പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവളെ കാല് സ്ലിപ്പായി അവളും കൊടയും താഴേക്ക് വന്നിട്ട് കൊടേന്റെ ഷാർപ്പ് മെറ്റൽ അവളെ തൊണ്ടയിൽ കൂടി കയറിയിട്ട് അവൾ അവിടെ തന്നെ മരിച്ചു. 4th എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന സ്കൂളിലുള്ള പിള്ളേരെല്ലാവരും സാക്കുറാഗിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നതാണ്. അന്നേരമാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സാക്കുറാഗിന്റെ അമ്മയും അതേ ദിവസം തന്നെ ആക്സിഡന്റ് മരിച്ചറിഞ്ഞിട്ടാണ് അവൾ നേരത്തെ സ്കൂളിൽ നിന്ന് പോയത്. അടുത്ത സീനിൽ കൊയിച്ചി ഹോസ്പിറ്റലിലുള്ളപ്പം തെഷിഗുവാരനെ കോൾ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അവനെ എടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ച് മിസ് മിസുനോനെ കണ്ട കൊയിച്ചി അവരുമായിട്ട് സംസാരിക്കാൻ ഇരിക്കുന്നത്. അപ്പം മിസ് മിസുനോ പറയുന്ന അന്ന് സ്കൂളിൽ വെച്ച് നടന്ന ആ ആക്സിഡന്റിനെ പറ്റിയിട്ട് അപ്പം കൊയിച്ചി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാമെന്ന്. മിസ് മിസുനോ പറയുന്നത്, എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ പഠിക്കുന്നുണ്ട്, അവൻ്റെ പേരാണ് തക്കീറോ എന്ന്. ലഞ്ച് ചെയ്തുകൊണ്ട് മിസുനോ പറയുന്നതാണ്, എൻ്റെ അനിയെ ഇപ്പം വല്ലാണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതെന്താ കാരണമെന്ന് അറിയില്ല എന്ന്. അപ്പം കൊയിച്ചി പറയുന്നത്, അവനെപ്പെങ്കിലും മിസാക്കി എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് പറയാനുണ്ടോ എന്ന്. മിസുനോ ഇല്ലാന്ന് തന്നെ പറയുന്നത്. കൊയിച്ചി മിസാക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും മിസുനോനോട് പറയുന്നതാണ്. അപ്പോൾ മിസാക്കിനെ കുറിച്ചിട്ട് പറയുന്ന, ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചേ മിസാക്കിനെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നതാണ്, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി മിസാക്കിനെ എല്ലാവരും പേടിക്കുന്നുണ്ട് എന്ന്. പിന്നെ എനിക്ക് ഇടക്കിടക്ക് തോന്നാറുണ്ട് മിസാക്കിനെ എനിക്ക് മാത്രമേ കാണാനുള്ളൂ എന്ന്. കൊയിച്ചി പിന്നെ 26 വർഷം മുമ്പേ ഉള്ള ആ കഥേനെ കുറിച്ച് മിസുവിനോട് ചോദിച്ചു. മിസുവിന് പറയുന്നത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല,
പക്ഷേ ഞാൻ ഒരു കാര്യം പ്രോമിസ് ചെയ്യാൻ ഞാൻ എൻ്റെ അനിയനോട് ചോദിക്കുക ഇതിനെക്കുറിച്ചിട്ട് എന്ന്. കൊച്ചിയും കൊച്ചിൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയും തമ്മിലിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നേരെ ചില്ല് ക്ലാസ് പോകാൻ നേരത്തെ കൊച്ചി ആ പെൺകുട്ടീനെ അവനെ എങ്ങനെയോ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്കിപ്പോൾ മരിക്കാൻ ആഗ്രഹമില്ലാന്ന്. അടുത്ത സീനിൽ കൊച്ചി മിസാക്കിൻ്റെ ആ പഴയ ഡോൾ ഷോപ്പിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. കൊച്ചി മിസാക്കിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കൊച്ചി ചോദിക്കുന്ന ആക്സിഡൻറ്റിന് ശേഷം സ്കൂളിൻ്റെ അവസ്ഥ എന്നാണ്. അപ്പം മിസാക്കി പറയുന്ന ഇപ്പം എല്ലാ കുട്ടികളും പേടിച്ചിട്ടുള്ള ആ ഫിലോമിനെ അഥവാ കേഴ്സ് പിന്നെയും തുടങ്ങിയെന്നാണ് എല്ലാവരും പേടിച്ചിട്ടുള്ളത്. മിസാക്കി കൊച്ചിനോട് പറയുന്ന നല്ല കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന അത്ര നല്ലതൊന്നും അല്ലാന്ന്. മിസാക്കി കൊച്ചിനോട് ചോദിക്കുന്ന നീ എപ്പം തൊട്ടിട്ട് ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങുന്നതെന്ന്. അപ്പം കൊച്ചി പറയുന്നത് ഞാൻ നാളെ തൊട്ട് വരുമെന്ന്. പോകാൻ നേരത്തെ മിസാക്കി പറയുന്ന നീ നാളെ വരാത്തതാ നല്ലതെന്ന്. കൊച്ചി പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ആൻറ്റി ആയിട്ടുള്ള റൈക്കോനോട് ചോദിക്കുന്ന റൈക്കോ 9ാം ക്ലാസ്സിൽ ഉള്ളപ്പോൾ ഏത് ക്ലാസ്സിലേനും പഠിച്ചതെന്ന്. റൈക്കോ പറയുന്ന 9ലെ 3rd സെക്ഷനിൽ തന്നെയാണ്. അപ്പോൾ റൈക്കോനോട് ചോദിക്കുന്ന കൊച്ചി അന്നേരം ഇങ്ങനത്തെ ഫിനോമില്ല അഥവാ കേഴ്സ് ഇല്ലേനോ എന്ന്. അപ്പോൾ റൈക്കോ പറയുന്നത് എനിക്ക് 12 വർഷം മുമ്പേ ഉള്ള കാര്യമൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് റൈക്കോ അകത്തേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം സ്കൂളിലുള്ള എല്ലാവരും ആ ആക്സിഡൻറ്റിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്കസാബ് പറയുന്നത് ഇതിനെല്ലാം കുറ്റക്കാരി ഞാനാ. കൊച്ചി അന്ന് വന്നപ്പോൾ ഞാനും ലീവാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം അവനോട് പറയുന്നു. കൊച്ചി ക്ലാസ്സിലേക്ക് എൻ്റർ ആയപ്പോൾ എല്ലാവരും ഒരു വിചിത്രത്തിലാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അടുത്ത സീനിൽ കൊച്ചി തെശിഗ്വാരനെ കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ വിളിക്കുന്നതാണ് കാണിക്കുക. തെശിഗ്വാര എത്തിയപ്പോൾ കൊച്ചി പറയുന്ന നീയല്ലേ പറഞ്ഞ ഈ മാസം നമുക്ക് പറയുന്നു, എന്നിട്ടെന്താ എന്നോട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാത്തതെന്ന്. അപ്പോൾ ആക്കസാബ അഴയത്തിട്ട് പറഞ്ഞ് ആദ്യത്തെ സ്ഥിതി വേറെ, ഇപ്പോഴത്തെ സ്ഥിതി വേറെയാ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്നോട് ഇതൊന്നും പറയുന്നത് ശരിയല്ലാന്ന്. കൊച്ചിക്ക് അതേസമയം തന്നെ മിസുനോൻ്റെ കോൾ ചെയ്യുന്നുണ്ട്. മിസുനോ പറയുന്നതാണ് ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചിനെ നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചല്ലോ. കൊച്ചിനോട് മിസുനോ ചോദിക്കുന്ന ഇന്ന് മിസാക്കി വന്നിനോന്ന്. കൊച്ചി പറയുന്നത് നോന്ന്. അപ്പം മിസാക്കിനെ കുറിച്ചിട്ട് കൊച്ചിനോട് പറയുന്നത് ഞാൻ എൻ്റെ അനിയനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചതിനു. മിസാക്കി എന്ന് പറഞ്ഞ പെൺകുട്ടി അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടേ അവനെ അറിയില്ല എന്ന് പറഞ്ഞതെന്ന്. ഈ കൂടുതലായി ചോദിക്കും മുമ്പേ തന്നെ മിസ്സിന് പറയുന്നത് എനിക്ക് ഷിഫ്റ്റിനുള്ള സമയമായെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിലേക്ക് കയറുകയാണ് ചെയ്തത്. പക്ഷേ കോള് കട്ടായില്ലേനും. ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റ് അപ്പാട് പൊട്ടി താഴോട്ടേക്ക് പോകുന്നതാണ് കാണിച്ചത്. ലിഫ്റ്റ് താഴെ എത്തിയപാടും മിസ്സിനും ലിഫ്റ്റും തരിപ്പണമായി. ഇതെല്ലാം ഫോണിൽ ഇരുന്നിട്ട് അവൻ കേൾക്കുന്നുണ്ടേനോ ആകെ ഞെട്ടിയ അവസ്ഥയേനോ. പക്ഷേ മിസ്സിനും അന്നേരത്തേക്ക് മരിച്ചിരുന്നു. അടുത്ത സീനിൽ കൊച്ചി ക്ലാസ് റൂമിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. കൊച്ചി മോച്ചിസുക്കിനോട് ഈ നടന്ന 2 ഡെത്തിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. പിന്നീട് കൊച്ചി ലൈബ്രറിയിലേക്ക് പോയിട്ട് സ്കൂളിലെ 1972 ക്ലാസ് 9th ആനുവൽ ഫോട്ടോ എടുത്ത് നോക്കുന്നതിന് അതിൽ നോക്കിയപ്പോൾ അവൻ്റെ അമ്മയും അതിലുണ്ടായിരുന്നു. അവിടെ ആക്കസാബ വരുന്നുണ്ട്. ആക്കസാബ പറയുന്ന കൊച്ചിനോട് നിന്നെ ഫെസിലിറ്റി റൂമിലേക്ക് ടീച്ചേഴ്സ് വിളിക്കുന്നുണ്ടെന്ന്. പിന്നെ കൊച്ചിനോട് പറയുന്നത് ഞാൻ ഇതിനെല്ലാം നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന്. പിന്നീട് നമ്മളെ കൊച്ചിനെ ഫെസിലിറ്റി റൂമിലാണ് കാണിക്കുന്നത്. അവിടെ 2 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വന്നിട്ടുണ്ടാവും. അവർ സാക്കുറാഗിൻ്റെ മരണത്തെക്കുറിച്ചിട്ട് കൊച്ചിനോട് ചോദിക്കുന്നുണ്ട്. കാരണം കൊച്ചി ആ സമയം അവിടെ ഉണ്ടായിരുന്നു. കൊച്ചി ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ക്ലാസ്സിൽ ആരെയും കാണുന്നില്ല. അപ്പം ടീച്ചറിനോട് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ക്ലാസ്സിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുള്ള പുതിയൊരു ഹോം റൂം ടീച്ചർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പോകുന്നതിന് മുമ്പ് മിസാക്കിൻ്റെ ഡെസ്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും ഹൂ ഈസ് ഡെഡ്. കൊച്ചി താഴെ എത്തിയപ്പോൾ 2 പേരും അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. താക്കയാഷിയും മോച്ചിസുക്കിയും. ഇവർ 2 പേരും വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ 2 ഒപ്പം നടന്നു പോകുമ്പോൾ മോച്ചിസുക്കി പറയുന്നതാണ് ഈ ഫെസിലിറ്റി റൂമിൽ പോയ സമയത്ത് ആക്കസഭ ഒരു ക്ലാസ് മീറ്റിംഗ് നടത്തിയിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് ആക്കസഭ നീ അറിയരുതെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന്. തക്കയാശി പറയുന്നതാണ് ഇനി എന്ത് നടന്നാൽ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ട്, ഇനി നടക്കാൻ പോകുന്നതൊന്നും അത്ര നല്ലതല്ല, ഇനി നടക്കുകയും നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തക്കയാശി പറയുന്നത് ഇനി നിനക്ക് എന്തറിയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. കൊച്ചി താക്കയാഷിനോട് ചോദിക്കുന്നതാണ് മിസാക്കി റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. തക്കായാശി പറയാൻ മുമ്പേ തന്നെ ഓന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓൻ അവിടെ തന്നെ മരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. കൊച്ചി അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തി നോക്കുമ്പോൾ ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും അവനെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി ആ മിസാക്കിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവനെയും ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഡെസ്കിൽ 2 പേപ്പർ കിട്ടുന്നുണ്ട് ഓന്. അത് എടുത്തിട്ട് അവൻ മിസാക്കിൻ്റെ പഴയ ഡോൾ ഷോപ്പിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. ആ പേപ്പർ മിസാക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മിസാക്കി നോക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ള സോറി ടെൽ മിസാക്കി ടു എക്സ്പ്ലെയിൻ. രണ്ടാമത്തെ പേപ്പറിൽ അവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പേരും റോൾ നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. മിസാക്കി കൊച്ചിനോട് പറയുന്ന ഇത് കട മാത്രമല്ല എൻ്റെ വീടും കൂടിയാണ്. മിസാക്കി കൊച്ചിനെയും കൊണ്ട് അവളെ വീട് പോലത്തുള്ള സ്ഥലത്തേക്ക് കയറിപ്പോണ്ട്. പിന്നെ അവിടെ കൊച്ചി അവിടെ എത്തിയിട്ട് കൊച്ചി മിസാക്കിനോട് ചോദിക്കുന്ന ഇപ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിന്നെ ഇഗ്നോർ ചെയ്യുന്ന പോലെ തന്നെ, അതിന് കാരണം എന്താന്ന്. അപ്പം മിസാക്കിന് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊരു 26 വർഷം മുമ്പ് മിസാക്കി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷമുള്ള തുടങ്ങിയ കാര്യങ്ങളാണ്.
ആ കുട്ടി മരിച്ചതിന് ശേഷം അടുത്ത പുതിയ ഇയറിൽ ഒരു ഡെസ്ക് കുറവ് വന്നു. പുതിയ എക്സ്ട്രാ സ്റ്റുഡൻറ്റ് അവിടെ വന്നിരുന്നു. അതാരാന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പിന്നെ അതിൻ്റെ അകത്ത് ലിസ്റ്റ് പോലും അതിൻ്റെ അകത്തുള്ള ആ കുട്ടീൻ്റെ പേരുണ്ടായില്ല. പിന്നീട് ആൾക്കാരുടെ മെമ്മറിയിൽ നിന്ന് ഒരു എക്സ്ട്രാ സ്റ്റുഡൻറ്റ് ഓർമ്മകൾ മറന്നുകൊണ്ട് പിന്നീട് ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ആൾക്കാർ എക്സ്ട്രാ സ്റ്റുഡൻ്റ് ആയിട്ട് വരും, ഡെസ്ക് കുറവായിരിക്കും, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ഒപ്പം മരിച്ചു, അവരെ കുടുംബം അടക്കം ഇങ്ങനെ മരിച്ചു പോകും. ഒരു എക്സ്ട്രാ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഡെസ്ക് കുറവായിരിക്കും. അതിലൂടെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു എക്സ്ട്രാ സ്റ്റുഡൻറ്റ് വന്നതെന്ന്. എക്സ്ട്രാ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോരാളെ കുടുംബവും അവരും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് കാരണം ലാസ്റ്റ് പക്ഷേ ആർക്കും ഓർമ്മയുണ്ടാവില്ല ആരാണോ എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്നോ അവരെക്കുറിച്ച് ഓരോ ഓർമ്മകളും അവർക്ക് ലാസ്റ്റ് ഭാഗത്ത് ഉണ്ടാവില്ല. ഇതെല്ലാം കേട്ട് കൊയിച്ചി മിസാക്കിനോട് ചോദിക്കുന്ന എക്സ്ട്രാ സ്റ്റുഡൻറ്റ് വന്നതോടെ ഈ മരണങ്ങൾ നടക്കാനുള്ള കാരണം എന്താണെന്ന്. മിസാക്കി പറയുന്നത് അത് എനിക്കും അറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ എക്സ്ട്രാ സ്റ്റുഡൻറ്റ് റിയാലിറ്റിയിൽ എക്സിസ്റ്റേ ചെയ്യുന്നില്ല, അതൊരു തരത്തിൽ ലിവിങ് ഡെഡ് ആണ്. 10 വർഷം മുമ്പ് സ്കൂളിലുള്ള എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്തപ്പോൾ ഈ ഡെത്തെല്ലാം നിൽക്കാൻ തുടങ്ങി. എൻ്റെ ക്ലാസ്സിലെ 3rd സെക്ഷനിലെ ഒരു കുട്ടീനെ മാത്രം റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ ഈക്വലാവും, ബെഞ്ചും കൂടുതലാവില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ സ്റ്റുഡൻറ്റും ഉണ്ടാവില്ല. ഈ പരിപാടി ഇവർ ചെയ്ത് നോക്കിയപ്പോൾ നടന്ന് അങ്ങനെ ആ കൊല്ലം അവിടെ മരണവും നടന്നിട്ടില്ല. എപ്പിസോഡ് 6ൻ്റെ തുടക്കത്തിൽ മിസാക്കിയും കൊയിച്ചി ഒരുമിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. കൊയിച്ചി മിസാക്കിനോട് ചോദിക്കുന്നത് നിനക്കിങ്ങനെ ഇഗ്നോർ ആകുന്നതിൽ വിഷമമൊന്നും ഇല്ലേന്ന്. മിസാക്കി പറയുന്നത് ഞാനങ്ങനെ ഇഗ്നോർ ചെയ്യാൻ നിന്നില്ലെങ്കിൽ ആൾക്കാരുടെ മരണവും നടക്കാൻ തുടങ്ങും, അതുകൊണ്ടാണ് ഞാനങ്ങനെ വന്നതെന്ന്, എനിക്കങ്ങനെ നിൽക്കുന്നതിന് കുഴപ്പമില്ലാന്ന്. കൊയിച്ചി ചോദിക്കുന്നത് മിസാക്കിനെ പോലെ തന്നെ എന്നെ ഇപ്പോൾ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുന്നത്, ഇപ്പോൾ 2 ഇഗ്നോർ ചെയ്യുന്ന അതിൻ്റെ കാരണം എന്താണെന്ന്. അത് കേട്ട് മിസാക്കി പറയുന്നത് അതിന് കാരണം നീ വന്നതിന് തൊട്ടിട്ട് ഇവിടെ ഡെത്ത് പിന്നെയും തുടങ്ങിയ അത് കാരണമായിരിക്കും അവർ വിചാരിച്ച നിന്നെ ഇഗ്നോർ ചെയ്യാമെന്ന്. കൊയിച്ചിയും മിസാക്കിയും സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും അവനെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവർ രണ്ടുപേരും ലൈബ്രറിയിലുള്ള സമയത്ത് കൊയിച്ചി ആനുവൽ ഫംഗ്ഷൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടത്തേക്ക് മിസ്റ്റർ ചിപ്പി വരുന്നത്. മിസ്റ്റർ ചിപ്പി പറയുന്നത് 26 വർഷം മുമ്പ് ആ ക്ലാസ്സിലെ ഹോം റൂം ടീച്ചറായിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ റിയൽ കഥയെല്ലാം അറിയാമെന്ന്. മിസ്റ്റർ ചിപ്പി പറയുന്നത് അന്ന് ആക്സിഡൻറ്റിൽ മരിച്ചത് ഒരു പെൺകുട്ടിയല്ല, പകലൊരു ആൺകുട്ടിയാണ്, മിസാക്കി യോമിയാമ എന്ന് പറഞ്ഞത്. മെയ് മാസത്തിൽ അവൻ്റെ വീട്ടിൽ മൊത്തം തീ പിടിച്ചിട്ട് അവൻ്റെ കുടുംബം അടക്കം മരിച്ചു പോയതെന്ന്. കൊയിച്ചി മിസ്റ്റർ ചിപ്പിനോട് ഇങ്ങനെ റെക്കോർഡ്സ് എല്ലാം താനെ മാറുന്നതാണ് ശരിയാണോ എന്ന്. മിസ്റ്റർ ചിപ്പി പറയുന്നത് 9th ക്ലാസ്സിലെ 3rd സെക്ഷൻ്റെ റെക്കോർഡ്സ് എല്ലാ വർഷത്തിലും മാറലുണ്ട്. പിന്നീട് മിസ്റ്റർ ചിപ്പി അവർക്കൊരു ബുക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബുക്കിൽ എല്ലാ എക്സ്ട്രാ സ്റ്റുഡൻസിനെയും റെഡ് മാർക്കിൽ വരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മിസ്റ്റർ ചിപ്പി പറയുന്നുണ്ട് 1996 റെക്കോർഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതെന്ന് വെച്ചാൽ 2 വർഷം മുമ്പ്. ആ റെക്കോർഡിൽ വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പേരുണ്ടായിരുന്നു, അവളുടെ പേരെന്താണെന്ന് വെച്ചാൽ മാമി ആസക്കൂറ എന്നാണ്. കൊയിച്ചി ചിപ്പിനോട് ചോദിക്കുന്നതാണ് അന്ന് കുറച്ചല്ലേ ഡെത്ത് ഉണ്ടായിരുള്ളൂ, അതെന്താ കാരണം എന്ന്. അപ്പം ചിപ്പി പറയുന്നതാണ് കാരണം ആ ഇയറിൽ കുറച്ച് പിള്ളേരോട് ഇയറിൻ്റെ എൻഡ് വരെ അവർ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്തത്. പക്ഷേ അവർ ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ അവർ പറഞ്ഞാൽ അവരോട് നോർമലി ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെയും ഡെത്ത് തുടങ്ങിയത്. അപ്പോഴാണ് മിസ്റ്റർ ചിപ്പി പറയുന്നത് 1996 മാമി ആസക്കൂറ തന്നെ 1993 എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെ സാധ്യമാവും? 2 വർഷം ഒരേ കുട്ടീനെ പഠിക്കാൻ പറ്റൂല, അങ്ങനെ പഠിക്കലും ഇത് നടക്കൂല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് എക്സ്ട്രാ സ്റ്റുഡൻറ്റ് എന്തെന്ന്. അപ്പോഴാണ് മിസാക്കി പറയുന്നത് മിസ്സിസ് മിക്കാമീന 1993 ഹോം റൂം ടീച്ചറാണല്ലോ, പിന്നെ ഇപ്പോഴും എങ്ങനെ ആക്കിയെന്ന്. അപ്പോൾ മിസ്റ്റർ ചിപ്പി പറയുന്നത് അവരെ പിന്നെ ഹോം റൂം ടീച്ചർ ആക്കിയതാണെന്ന്. കൊയിച്ചി വീട്ടിലുള്ളപ്പോൾ തൻ്റെ ആൻറ്റി ആയിട്ടുള്ള റൈക്കോനോട് ചോദിക്കുന്നതാണ് എൻ്റെ അമ്മേൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഏറ്റവും കാരണമാണോ എന്ന്. അപ്പോൾ റൈക്കോ പറയുന്നതാണ് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ 9th 3rd സെക്ഷനിൽ പഠിക്കുമ്പോൾ മരണം പെട്ടെന്ന് നിന്നേനു, അതെങ്ങനെ നിന്നേനൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. പിന്നീട് കൊയിച്ചിൻ്റെ ക്ലാസ്സിലാണ് കാണിക്കുന്നത്. കൊയിച്ചിൻ്റെ ക്ലാസ്സിൽ കൊയിച്ചിൻ്റെ ടീച്ചർ കയറി വന്നിട്ട് ആരെയും വിഷയം ചെയ്യാണ്ട് അവിടെ ഇരുന്നിട്ട് ക്ലാസ് ടീച്ചർ തൊണ്ടയിൽ കത്തി കുത്തി കയറ്റി സൂയിസൈഡ് ചെയ്യുന്നതാണ്. ഇത് കണ്ടിട്ട് ആ പിള്ളേരിലാകെ ഞെട്ടിപ്പോയി. എന്നിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് കാണുന്നത്. അപ്പോൾ ചിലവർ ഇത് കണ്ടിട്ട് വോമിറ്റെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് മിസ്റ്റർ ചിപ്പി വന്നിട്ട് എല്ലാ പിള്ളേരോടും പുറത്തേക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നീട് മിസ്സുനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മിസ്സുനും ഇതെല്ലാം കണ്ടിട്ടാകെ ഞെട്ടിയിട്ട് ഓടിപ്പോയി ആംബുലൻസിനെയും പോലീസിനെല്ലാം വിളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ടീച്ചറെ വീട്ടിൽ പോലീസ് പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ എത്തിയ പോലീസാകെ ഞെട്ടിപ്പോയി, കാരണം ടീച്ചറെ അമ്മ ആദ്യം മരിച്ചിന്, അവരെ കൊന്നതിന് ശേഷമായിരിക്കണം ടീച്ചർ പോയിട്ട് സൂയിസൈഡ് ചെയ്തത്. പിന്നീട് ആക്കസഭനെയും കുയിച്ചിനെയും അങ്ങനെ 4 പേരെയാണ് കാണിക്കുന്നത്. അവർ ടെറസ് മുകളിൽ നിൽക്കുമ്പോൾ ആക്കസഭ പറയുന്നതാണ് നിങ്ങളോടും നോർമലായിട്ട് ബിഹേവ് ചെയ്യും, കാരണം നിങ്ങളോട് ഇഗ്നോർ ചെയ്തിട്ടും
മരണങ്ങൾ നിന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് തൊട്ടിട്ട് നോർമലി ബിഹേവ് ചെയ്യുന്നു. അടുത്ത സീനിലെ മിസാക്കിനെയും കുയിച്ചിനെയും മിസ്റ്റർ ചിപ്പിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. മിസ്റ്റർ ചിപ്പിനോട് ചോദിക്കുന്നതാണ് 15 വർഷം മുമ്പേ ഡെത്ത്സ് എല്ലാം താനെങ്ങനെ നിന്നേന്ന്. അപ്പം മിസ്റ്റർ ചിപ്പി പറയുന്നത് അതെങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ സമ്മർ ബ്രേക്കിൻ്റെ ആടെ എത്തിയപ്പോൾ ഡെത്ത് എല്ലാം താനെ കുറഞ്ഞ് 7 മരണം മാത്രമേ ആ ഇയറിൽ നടന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ 93rd സെക്ഷനെ മാത്രം കൂട്ടിക്കൊണ്ട് അതേ ഇയറിൽ സമ്മർ വെക്കേഷൻ്റെ ടൈമിൽ യോമിയമ്മ പഴയ അമ്പലത്തിലേക്ക് നമ്മൾ പോയിനേനും അതിന് ശേഷമാണോ അറിയില്ല പെട്ടെന്ന് മരണയിൽ നിന്ന് പിന്നെ എക്സ്ട്രാ സ്റ്റുഡൻ്റ് ആരാൻ തിരിഞ്ഞിട്ടുമില്ല. ഇത് കേട്ട കുഴിച്ചു പറയുന്നതാണ്, എന്നാൽ നമുക്കൊന്നും കൂടി ആ ക്ലാസ് ട്രിപ്പ് നടത്തല്ലേ ഒരു അമ്പലത്തിലേക്ക്, അങ്ങനെയെങ്കിലും ഡെത്ത് കുറഞ്ഞാലോന്ന്. പിന്നീട് ക്ലാസ്സിലേക്ക് എത്തിയ ടീച്ചർ പറയുന്നതാണ് 8th ആഗസ്റ്റിന് അഥവാ 3 ദിവസത്തിന് ശേഷം നമ്മളൊരു ക്ലാസ് ട്രിപ്പ് പോകുന്നതാണ് യോമിയമ്മ പഴയ അമ്പലത്തിലേക്കെന്ന്. അടുത്ത സീനിൽ കൊയിച്ചിനെയാണ് കാണിക്കുന്നത്. കൊയിച്ചി ഒരു കഫേയിലേക്ക് വന്നിട്ടാണ് മോച്ചിസുക്കിനെ കാണാൻ. അവിടെ ആക്കസാബിനെ കണ്ടിട്ട് ആക്കസാബിന്റെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആക്കസാബ കുയിച്ചിനെ കണ്ടപ്പം തന്നെ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. അവിടെ കുയിച്ചു വെക്കുന്നത് നീ എന്ത് എന്നെ കാണുമ്പോൾ ഷെയ്ക്കാൻ്റെ ഇരുന്നതെന്ന്. അത് കേട്ട് ആക്കസാബ പറയുന്നതാണ്, ഞാൻ എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ കാരണം ഈ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ കൈ തണുത്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. മരിച്ച ആൾക്കാരെ കൈ തണുത്തിട്ടായിരിക്കും കേട്ടിട്ടുണ്ടെന്ന്. ആക്കസാബ കൊയിച്ചാണോ എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന് നോക്കുന്നതാണ്. കാരണം എക്സ്ട്രാ സ്റ്റുഡൻറ്റ് ഒരു തരത്തിൽ ലിവിങ് ഡെഡ് ആണ്. അടുത്ത സീനിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അവിടെ ഒരു വെയിട്രസ് വരുന്നതാണ് കാണിക്കുന്നത്. അത് മോച്ചിസുക്കിൻ്റെ ഏച്ചിയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നതാണ് മാസുക എന്ന് പറഞ്ഞ പേരുള്ള ഒരു കുടിയൻ കുറച്ച് ദിവസം മുമ്പ് വന്നേനു. അയാളുമായിട്ട് റീസെൻ്റ്ലി നടന്ന ഡെത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പണ്ട് നടന്ന ആ ഡെത്തിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാനേനും ആ ഡെത്തെല്ലാം നിർത്തിയേ, ഞാനേനും ആ കൊന്നേ അങ്ങനെ ഇങ്ങനെ ആക്കിയില്ല പറയുന്നത്. തലയും വാലില്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഓൾക്കൊന്നും മനസ്സിലായില്ല. ഇതെല്ലാം കൊയിച്ചിനോട് അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട കൊയിച്ച് ചോദിക്കുന്നതാണ് വെയിട്രസിനോട് അയാളെ വീട് എവിടെ അറിയുമോന്ന്. അപ്പോൾ അയാളെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ കൊയിച്ച് പറയുന്ന എന്നാൽ പിന്നെ ഞാൻ എൻ്റെ റെയ്ക്കോ ആൻറ്റിനോട് ചോദിച്ചോളുന്നു. 8ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കുയിച്ചിയും റെയ്ക്കോയും വീട്ടിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. കുയിച്ചി റെയ്ക്കോനോട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് മാർഷനെ കുറിച്ച് അറിയുമെന്ന്. പിന്നെ 15 വർഷം മുമ്പേ നടന്ന ആ സ്കൂൾ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോന്ന്. അപ്പോഴും റെയ്ക്കോ പറയുന്നു സ്കൂൾ ട്രിപ്പിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല, പക്ഷെ മാർഷുകയായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാമെന്ന്. അടുത്ത സീനിൽ കൊയിച്ചിനെയും മിസാക്കിനെയും കാണുന്നത്. മിസാക്കി പറയുന്ന എനിക്ക് മാർഷുകനെ നിങ്ങളെപ്പുറം കാണാൻ വരാൻ പറ്റൂല, എനിക്ക് പേരൻസിൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അടുത്ത സീനിൽ മാർഷുകനെ കാണാൻ വേണ്ടി പോകുന്ന റെയ്ക്കോ, മോച്ചിസുക്കി, കുയിച്ചി, ആക്കസാവ, തെഷിക്കുവാര ഇവരെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നക്കാവ് എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ടേനോ. അവസാനം അവർ മാർഷുകൻ്റെ വീട്ടിലെത്തിയപ്പോൾ മാർഷുക വീട്ടിലില്ല. അയാൾ വല്ലാണ്ട് ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ പറയുന്നത് എന്നാൽ പിന്നെ അതുവരെ വെയിറ്റ് ചെയ്യുന്ന പകരം നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന്. കുറച്ച് നേരത്തിന് ശേഷം മിസാക്കിനെയും അവിടെ കുഴിച്ച് കണ്ട്. അന്നേരം അവരുടെ എന്തോ ഭാഗ്യം കൊണ്ട് മിസാക്കിയും പാരൻറ്റിൻ്റെ ഒപ്പം ഇവിടെ തന്നെയും വന്നേ. അവിടെ മിസാക്കി അവരെ കൂടെ തന്നെ കൂടി. പിന്നെ അവിടെ തന്നെ മാർഷുക എത്തിച്ചേർന്ന്. അപ്പോൾ മാർഷുകയായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആക്കസഭ മാർഷുകനോട് ഇരിക്കുന്ന 15 വർഷം മുമ്പ് ആ അമ്പലത്തിലേക്കുള്ള സ്കൂൾ ട്രിപ്പിൽ എന്താ ശരിക്കും നടന്നതെന്ന്. മാർഷുക പറയുന്നത് എനിക്കത്ര കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷേ ആ മലയിൽ എന്തോ നടന്നതെന്ന്. കുഴിച്ച് കഴിക്കുന്നതാണ് അവിടെ ഒന്നും ക്ലൂ ആറ്റം വിട്ടണമെന്ന്. അന്നേരം മാർഷുക പറയുന്ന ഞാൻ അവിടെ ഒന്നും വിട്ടിട്ടില്ല, പക്ഷേ സ്കൂളിൽ ഒരു ക്ലൂ ഉണ്ട് എന്ന് എൻ്റെ ഓർമ്മയില്ലെന്ന്. അതേസമയം തന്നെ അവരയിലുള്ള ബോള് കാറ്റ് കാരണം പറന്നു പോവാണ് ചെയ്തത്. അത് നേരെ കടലിലേക്ക് പോയി വീണ്. അതെടുക്കാൻ വേണ്ടിയിട്ട് ആ കടലിൻ്റെ നടുവിലേക്ക് നക്കാവോ കീഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ട് നക്കാവോ ആടുന്ന പുറത്തേക്ക് വരുന്നില്ല. ഈ സത്യം പറഞ്ഞ ഈ നക്കാവോ സ്വന്തം മരണം വിളിച്ചു വരുത്തല്ലേ ഇത്. വല്ല ആവശ്യമുണ്ടേനോ ഓന് കടലിൻ്റെ നടുവിലേക്ക് പോകണ്ടേ? ബോള് പോട്ടെ, മനുഷ്യൻ്റെ ജീവനെ കട്ടുമ്പില്ലല്ലോ. സാറല്ല, നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇത്ര നേരമായിട്ട് നക്കാവോ വരാത്ത കണ്ടിട്ട് മറിച്ചു നോക്കിയപ്പോൾ നക്കാവോ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിരിക്കും, ഏകദേശം ബോധം കെട്ട പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഓൻ അവനെ രക്ഷിക്കാൻ പോകും മുമ്പേ തന്നെ ഒരു മോട്ടോർ കൂട്ട് എന്നിട്ട് ഓൻ്റെ മേലെ കൂടി കയറിപ്പോയി. അവനങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇതായിപ്പോയി, പീസ്. അങ്ങനെ നക്കാവോ റെസ്റ്റ് ഇൻ പീസായി. ഇതെല്ലാം കണ്ടുകണ്ടിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരും ആകെ പേടിച്ച് ഇതായിക്കുമ്പോൾ മാർഷുക ഇങ്ങനെ ഓൻ മരിച്ച കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുമ്പോൾ അന്നേരം അവന് ഓർമ്മ കിട്ടിയ 15 വർഷം മുമ്പ് അവൻ്റെ ക്ലാസ് റൂമിലാണ് അവൻ ആ ക്ലൂ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന്. എപ്പിസോഡ് 9ൻ്റെ തുടക്കത്തിൽ
അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മിസ് മിസുനോ, കുയിച്ചി, മിസാക്കിനെയും നമ്മുടെ മിസ്റ്റർ ചിപ്പിനെയാണ്. അവരെല്ലാവരും നക്കാവുവിൻ്റെ ഫ്യൂണറലിന് വന്നതാണ്. അന്നേരം മിസ്റ്റർ ചിപ്പി പറയുന്നതാണ് കുയിച്ചിനോട്, നക്കാവുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിയുന്നുണ്ട്. നക്കാവിന് പണ്ടേ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൻ കടലിൻ്റെ ആഴത്തിൻ്റെ അവിടെ പോയപ്പോൾ ഓൻ്റെ ബ്രെയിനിൽ അറ്റാക്ക് ഉണ്ടായിട്ടാണ് ഓൻ അവിടെ തന്നെ മരിച്ചതാണ്. ഈ ബോട്ട് ഇടിച്ച് കഷ്ണാൻ മുമ്പേ ഓൻ മരിച്ചെന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അടുത്ത സീനിൽ കഫേലിരിക്കുന്ന തെശിഗോര, മോച്ചിസുക്കി, പിന്നെ കുയിച്ചി, മിസാക്കി ഇവരെല്ലാവരും പറയുന്നതാണ് നമുക്ക് സ്കൂളിൻ്റെ ഓൾഡ് ബിൽഡിങ്ങിൽ പോയിട്ട് മാർസുക്കി 15 വർഷം മുമ്പ് ഒളിപ്പിച്ച് വെച്ച ആ സീക്രട്ട് അവിടെ ഉണ്ടോ നോക്കണ്ടേന്ന്. അടുത്ത സീനിൽ സ്കൂൾ അവസാനിച്ചതിന് ശേഷം അവർ ക്ലാസ് റൂമിൽ പോയിട്ട് പരതുന്നതാണ് കാണിക്കുന്നത്. അവർ പോയി കുറേ നേരം പരതുന്നുണ്ട്, എന്നിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് നോക്കിയപ്പോൾ കുയിച്ചിക്ക് അവിടെ ഒരു ടാപ്പിൽ ഒട്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു നോക്കിയപ്പോൾ കുയിച്ചി ആ സെലോ ടാപ്പ് ഒട്ടിച്ച സാധനം എടുത്ത് നോക്കിയപ്പോൾ അതൊരു കാസറ്റ് ടേപ്പേനു. അതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടേനു, നിങ്ങൾ 9th 3rd സെക്ഷനിലെ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാസറ്റ് നിങ്ങളെ സഹായിക്കും. പിന്നീട് എല്ലാവരും ചേർന്ന് ഈ കാസറ്റ് എടുത്ത് പോയിട്ട് സ്കൂളിലെ AV റൂമിൽ പോയിട്ട് പ്ലേ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസികയാണ്. മാസിക പറയുന്നതാണ് ഞാൻ 1983 9th 3rd സെക്ഷനിലെ സ്റ്റുഡൻ്റാണ്. ഈ ഓഡിയോ കേൾക്കുന്ന ആൾക്കാരും ഇതേ കേസിൽ തന്നെ പെട്ടിരിക്കുന്ന ആളായിരിക്കും. അതേപോലെ തന്നെ 9th 3rd സെക്ഷനിൽ പഠിക്കുന്ന ആളും കൂടി ആയിരിക്കുന്നു. അതുകൂടാതെ ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കേഴ്സിനെ കുറിച്ച് ഒരു അഡ്വൈസും കൂടി തരാനാണ്. തുടർന്ന് മാർസുക പറയാനാണ് 1983 August 8 നമ്മളെല്ലാവരും കേഴ്സിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പിന് വന്നത്. എന്നാൽ നമ്മൾ 22 പിള്ളേരാണുള്ളത്. ഒരു കുന്ന് കയറി നമ്മൾ അമ്പലത്തിലേക്ക് എത്തി തിരിച്ചു വരാൻ നേരത്ത് മലമുകളിൽ നിന്ന് ഒരു കുട്ടീൻ്റെ നേർക്ക് മിന്നലടിച്ച്, അതുകൊണ്ട് ബാക്കി എല്ലാവരും വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നേരത്തെ ഒരു കുട്ടി കുന്നുമെന്ന് താഴേക്ക് വീഴുന്നതാണ് കണ്ടത്. ബാക്കി പറയാൻ നേരത്തെ തന്നെ ആ റൂമിലേക്ക് ടീച്ചർ വന്ന് നോക്കുകയാണ് ചെയ്തത്. അവർ വന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിക്കേണ്ട വന്ന് ഒളിക്കുമ്പോൾ ഈ കാസറ്റ് കേടായിപ്പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കി കേൾക്കാനും പറ്റിയില്ല. അപ്പോഴാണ് കുയിച്ചു പറയുന്ന മുഴുവനായിട്ട് കേൾക്കാനും പറ്റിയില്ല, മെയിനായിട്ടുള്ള ഭാഗം. നേരം മോച്ചിസുക്കി പറയുന്ന ഞാനിത് ശരിയാക്കി കൊണ്ടുവന്നോളുന്നു. എപ്പിസോഡ് 10ന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് എല്ലാ പിള്ളേരും ഒരു ലോഡ്ജിന്റെ പുറത്തേക്കുന്നതാണ്. അവർ ആ ലോഡ്ജിന്റെ അകത്തേക്ക് വന്നപ്പോൾ കെയർ ടേക്കേഴ്സായിട്ടുള്ള വയസ്സായ അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. അത്ര വയസ്സായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ വയസ്സായതിനാണ് അവർക്ക്. പിന്നീട് നമ്മളെ പിള്ളേരെയാണ് കാണിക്കുന്നത്. എല്ലാവരും റൂമിലിരിക്കുമ്പോൾ മോച്ചിസുക്കി റിപ്പയർ ചെയ്ത കാസറ്റ് എടുത്ത് പ്ലേ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ മാർസുക പറയുന്നതാണ് എല്ലാ പിള്ളേരും കൊന്നു കീഞ്ഞ് താഴെ. ഞാനും ഒരു ചെറുക്കനും തമ്മിൽ ഒരു അടിയുണ്ടായി. ആ അടീൻ്റെ ഇടയിൽ ഞാൻ അവനെ തള്ളിയപ്പോൾ അവൻ നേരെ താഴെ പോയി ഒരു മരത്തിൻ്റെ വേരിൽ തല കൊണ്ടേ കുത്തി അവൻ അവിടെ തന്നെ മരിച്ചു. അതുകൊണ്ട് ആകെ ഞാൻ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ക്ലാസ്സിലേക്ക് ഓടി. പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്ന് ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആ സ്ഥലത്ത് ആ ഡെഡ് ബോഡിയേ ഇല്ല. അങ്ങനെയൊന്നും സംഭവിച്ച എൻ്റെ ബ്ലഡ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ചെന്ന് ആ ചെക്കനെ കുറിച്ച് എല്ലാ പിള്ളേരോടും ചോദിച്ചു. പക്ഷേ അവർക്കാർക്കും അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി നമ്മളെ ക്ലാസ് പഠിക്കുന്നതായിട്ടേ അവർക്കറിയില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ 22 പേര് വന്നേനൊന്ന്. അപ്പോൾ അവർ പറഞ്ഞ 22 അല്ല 21 പേര് മാത്രമേ നമ്മൾ വന്നേന്ന്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് എല്ലാവരുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല റെക്കോർഡ്സിൽ നിന്ന് വരെ അവൻ്റെ പേര് മാഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനും അവനെ മറക്കും. അതിനു മുമ്പ് ഞാനൊരു കാസറ്റ് എടുത്ത് അതിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇനിയുള്ള ജനറേഷനിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കെങ്കിലും ഇതിനുള്ള സൊല്യൂഷൻ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളെ എക്സ്ട്രാ സ്റ്റുഡൻറ്റിനെ കൊന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ എക്സ്ട്രാ സ്റ്റുഡൻറ്റിനെ കൊന്നതിൻ്റെ ഗിൽറ്റി ഫീലിംഗ് വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് തന്നെ അറിയില്ല അയാൾ മരിച്ച് ഒരു എക്സ്ട്രാ സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് അയാളെ കൊന്നാൽ തന്നെ പിന്നീട് നമ്മൾ അയാളെക്കുറിച്ചിട്ടുള്ള എല്ലാ ഓർമ്മകളും മറന്നുപോകും. കാസറ്റ് ഓഫായതിനു ശേഷം കുയിച്ചു പറയുന്നതാണ് നമുക്ക് ആ എക്സ്ട്രാ സ്റ്റുഡൻറ്റിനെ കൊല്ലാൻ പറ്റുമെന്ന്. കാരണം എക്സ്ട്രാ സ്റ്റുഡൻറ്റ് ഇത്രയും ദിവസം നമ്മളിപ്പം പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. അവരെ നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന്. അവർ മരിച്ചതാണെങ്കിൽ പോലും നമുക്ക് അവരെ കൊല്ലാൻ പറ്റുമെന്ന്. അടുത്ത സീനിൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അക്സ ബെണീച്ചി എന്ന് പറയുന്നതാണ് ഇതിനെല്ലാം കാരണം മിസാക്കിയാണ്. എക്സ്ട്രാ സ്റ്റുഡൻറ്റിൻ്റെ റോള് മിസാക്കി മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കൂലെന്നൊന്ന്.
ആക്കസാബ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് മിസാക്കിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിസാക്കി എല്ലാവരോടും നിർബന്ധപൂർവ്വം മാപ്പ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് കേട്ട കുയിച്ചിയും തേശിക്കുകാരൊക്കെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് അവർ പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത് ആക്കസാബ എന്നെല്ലാം പറഞ്ഞ് ചോദിക്കുമ്പോൾ അടുത്ത സീനിൽ അതിലൊരുത്തൻ ആസ്മേൻ്റെ അസുഖം കാരണം ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഇതെല്ലാം കണ്ട മിസ്റ്റർ ചിപ്പി വേഗം കോൾ ചെയ്ത് ആംബുലൻസിനെ വിളിച്ച് അവനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയാണ് ചെയ്തത്. അടുത്ത സീനിൽ മിസാക്കിനെയും കൊയിച്ചിനെയും കാണിക്കുന്നത്. മിസാക്കി അവളെ റൂമിലേക്ക് കൊയിച്ചിനെയും കൂട്ടി കഴിഞ്ഞിട്ട് കൊയിച്ചിനോട് ചോദിക്കുന്നതാണ്, ഈ 26 വർഷം മുമ്പേയുള്ള ആ ക്ലാസ് ഫോട്ടോ ഒരിക്കൽ എടുത്ത് കാണിക്കുമെന്ന്. അവൻ അതെടുത്ത് കാണിക്കുമ്പോൾ മിസാക്കി അവളെ ഐപാഡ് റിമൂവ് ചെയ്തിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവൾ പറയുന്നത് ഇതാ ഇവനാണ് ആ എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന്, അഥവാ ഇവനാണ് മിസാക്കി യോമിയാമ, ഫസ്റ്റ് ഡെഡ് പേഴ്സൺ. മിസാക്കി കൊയിച്ചിനോട് പറയുന്നതാണ്, എൻ്റെ ഈ ഡോളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ആ ഫോട്ടോയിൽ ആദ്യം മരിച്ച ഒരാൾ തിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കാണാനുള്ള ശേഷിയുണ്ട്. അഥവാ ആ എക്സ്ട്രാ സ്റ്റുഡൻറ്റിനെ എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഡോളായി വെച്ചിട്ട്. അങ്ങനെയാണ് അവനെ കണ്ടത്. പിന്നെ മിസാക്കി അപ്പോഴോ അവൻ കുയിച്ചിനോട് ചോദിക്കുന്നതാണ്, നിൻ്റെ ആ ഫോട്ടോ ഇല്ലേ, നിൻ്റെ ആൻറ്റിയും നിൻ്റെ അമ്മയും നിൽക്കുന്ന ആ ഫോട്ടോ എന്നാണ്. അപ്പോൾ അവനത് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് നോക്കിയപ്പോൾ അവൾ കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് മിസാക്കി പറയുന്നത്, നിൻ്റെ ആൻറ്റിയും അമ്മയും കാണാൻ ഒരേപോലെ അല്ലേ? അപ്പോഴും നമ്മുടെ കൊയിച്ച് പറയുന്നതാണ്, അതെ, എൻ്റെ അമ്മയും ആൻറ്റിയും വളരെ സിമിലർ ആണ് കാണുന്നത്. കുയിച്ചി മിസാക്കിനോട് ചോദിക്കുകയാണ്, നമ്മളത് ആദ്യം മീറ്റ് ചെയ്തപ്പോൾ നിൻ്റെ കയ്യിലൊരു ഡോളില്ലേനോ, അത് നീ കസിൻ സിസ്റ്ററിന് വേണ്ടി കൊണ്ടുപോയതല്ലേന്ന്. അപ്പോൾ മിസാക്കി പറയുന്നത്, അതെൻ്റെ കസിൻ സിസ്റ്ററല്ല, ശരിക്കും എൻ്റെ റിയൽ സിസ്റ്ററാണ്. എൻ്റെ അമ്മ എൻ്റെ ആൻറ്റിക്ക് 2 ട്വിൻസിൽ ഒരാളെ കൊടുക്കുക ചെയ്തത്. കാരണം എൻ്റെ ആൻറ്റീൻ്റെ കുട്ടി നഷ്ടപ്പെടുകയും അങ്ങനെ എൻ്റെ അമ്മ ആൻറ്റിക്ക് എൻ്റെ സിസ്റ്ററെ കൊടുക്കുകയാണ് ചെയ്തത്. ഈ സീക്രട്ട് ഞാനൊരു 5ാം ക്ലാസ് എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പിന്നീട് എൻ്റെ സിസ്റ്ററോട് ഞാൻ എപ്പോഴും ഒളിഞ്ഞും പാത്തെല്ലാം കാണാൻ തുടങ്ങി. പിന്നെ സിസ്റ്റർ ഒരു ദിവസം പറഞ്ഞ് അവളെ ബർത്ത്ഡേക്ക് അവൾക്ക് ഡോള് വേണമെന്ന്. അപ്പോൾ അത് കൊടുക്കാൻ നിൽക്കും തന്നെയാണ് അവൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ആ ഡോള് കൊണ്ട് കൊടുത്ത് പിന്നെ അവൾ പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ നമ്മളെ തുടക്കത്തിലുള്ള സീനാണ് കാണിക്കുന്നത്. മിസ്സാക്കി കുയിച്ചിനെ കണ്ടിട്ട് പറഞ്ഞേനും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു, നീ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്ന്. അതിനർത്ഥം ആ കേഴ്സ് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ കേഴ്സിൻ്റെ ഇരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തം അനിയത്തിയേനും. അന്ന് മിസാക്കി കുയിച്ചിനോട് കേഴ്സിൻ്റെ സൂചനയാണ് കൊടുത്തത്. ഇതെല്ലാം കേട്ട് കുയിച്ച് പറയുന്നതാണ്, നിനക്ക് പറയാൻ പറ്റുമോ ആ എക്സ്ട്രാ സ്റ്റുഡൻ്റ് ആരാന്ന് നമ്മളെ ക്ലാസ്സിൽ? അപ്പം മിസാക്കി പറയുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നു. അപ്പം മിസാക്കി ആ എക്സ്ട്രാ സ്റ്റുഡൻറ്റിൻ്റെ പേര് കുറച്ച് വിഷമത്തോടെയാണെങ്കിലും പറയാൻ നോക്കുമ്പോഴേക്കും അവിടെ തേശിഗ്വാര എത്തുന്നതാണ് കാണിക്കുന്നത്. തേശിഗ്വാര ആകെ വെപ്രാളത്തിൽ പറയുന്നതാണ്, ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലേനൊന്ന്. 11th എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആക്കസാബയും അവളുടെ ഫ്രണ്ടും ഒരു റൂമിലിരിക്കുന്നതാണ്. അവളുടെ ഫ്രണ്ട് പറയുന്നതാണ്, എലിമെൻ്ററി സ്കൂളിൽ മിസാക്കിനെ എനിക്ക് പരിചയമുണ്ട്. അവൾ ഐപാഡ് ഇട്ടില്ലേനു, പക്ഷേ ഇപ്പോൾ അവൾ ഐപാഡ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു തെറ്റിദ്ധാരണ അവരെ ഉള്ളിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താ കാരണം നിങ്ങൾക്കറിയാം, മിസാക്കി എല്ലാ എലിമെൻ്ററി സ്കൂളിലേനും അത് അവളുടെ സിസ്റ്ററായിരുന്നു. അത് നമുക്കറിയാം, പക്ഷെ ആക്കസാബക്കറിയില്ല. അങ്ങനെ തെറ്റിദ്ധാരണ ആക്കസാബേൻ്റെ ഉള്ളിലുണ്ടായി, അവളാണ് എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന്. ആകെ പേടിച്ച് വെപ്രാളത്തിലേക്ക് തെശുകാരായിരിക്കുന്നതാണ് മിസാക്കിനോടും കുയിച്ചിനോടും, നിങ്ങൾക്കാർക്കെങ്കിലും കസാമി എന്ന് പേരുള്ള ആരെക്കുറിച്ചെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ ക്ലാസ് പഠിക്കുന്നതെന്ന്. അപ്പോൾ കുയിച്ച് പറയുന്നത്, നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ക്ലാസ്സിൽ കസാമി എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. തേശുകാർ പറയുന്നതാണ്, അയ്യോ അങ്ങനെയാണെങ്കിൽ അവൻ ശരിക്കും ഉള്ളിയേനോ, ഞാൻ അവനെ കൊന്ന്, ഞാൻ അങ്ങനെ ചെയ്യാറായിരുന്നു. ഞാൻ അവനുമായിട്ട് അടിയുണ്ടാക്കി അവനെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് കുന്തിയിട്ട് അവൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡിഫറെൻറ്റ് രീതിയിലേനു പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവനായിരിക്കും എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന്. അതുകൊണ്ട് ഞാനും അവനും അടിയുണ്ടായ സമയത്ത് ബാൽക്കണിയിൽ നിന്ന് ഞാൻ അവനെ പിടിച്ച് തള്ളിയിട്ട് അവനിപ്പോഴത്തേക്ക് മരിച്ചാണെന്ന്. തേശുകാരെങ്ങനെയെല്ലാം പറയാൻ കാരണം, എക്സ്ട്രാ സ്റ്റുഡൻറ്റ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഓർമ്മയുണ്ടാവില്ലല്ലോ, പക്ഷെ അവനെ ഓർമ്മയുണ്ട്. അപ്പോൾ അവന് സത്യം പറഞ്ഞാൽ ആകെ പേടിച്ച് വെപ്രാളത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ടിരിക്കുമോ കൊച്ചി മിസ്സാക്കി ആകെ അന്തം വിട്ടവനെ നോക്കുകയാണെന്ന്. പിന്നെ കൊച്ചി പറയുന്നതാണ്, ചിലപ്പോൾ അവൻ മരിച്ചാണില്ല, ആ ബാൽക്കണിയിൽ നിന്ന് വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, നമുക്ക് ചെന്ന് നോക്കാം. കൊച്ചി മിസ്സാക്കിയും കൂടി അവനെ നോക്കാൻ വേണ്ടി താഴോട്ട് കിഞ്ഞ് പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ഡൈനിങ് ഹാളിൽ വെച്ച് അവർ കാണുന്ന ഡൈനിങ് ഹാൾ മൊത്തം തീ പിടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആ വയസ്സായ കെയർ ടേക്കർ ഉണ്ടായിരുന്നു. അയാളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുയിച്ചി ഇതെല്ലാം കണ്ടിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഓരോ മുമ്പിൽ മോച്ചിസുക്കിനെ കണ്ട കുയിച്ച് ചോദിക്കുന്നതാണ്, നീ കസാമിനെ കണ്ടിരുമെന്ന്. മോച്ചിസുക്കി പറയുന്നതാണ്, ഞാൻ കസാമിനെ കണ്ടിന്, ഓൻ താഴെ ചളിയിൽ വീണിട്ടുണ്ടായിരുന്നു. ഓൻ തേശുകാരനോട് ഭയങ്കര ദേഷ്യത്തിലാണ്. ഓൻ എന്നോട് പറയുകയും ചെയ്ത് ആ കേഴ്സിനെ കുറിച്ചുള്ളയും ആ കാസറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഇപ്പം ഈ സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം, ഈ കാസറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഒന്ന്.
അഥവാ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം കേഴ്സ് എങ്ങനെ നിർത്തണമെന്ന്. അഥവാ ആ കേഴ്സ് നിർത്തണമെങ്കിൽ ആ ഡെത്ത് പേഴ്സണെ ഒന്നും കൂടി കൊല്ലണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഭ്രാന്ത് ആയ ആൾക്കാരെ പോലെ പരസ്പരം കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തായ ആൾക്കാരെ പോലെ ഓടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അവിടത്തേക്ക് അവരെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയായിട്ടുള്ള തക്കാക്കു എന്ന് പറഞ്ഞൊരു പെണ്ണ് വരികയാണ് ചെയ്തത്. അവളെ മേല് മൊത്തം രക്തത്തിൽ കുളിച്ചിട്ടുള്ള അവൾ പെട്ടെന്ന് അവളെ കയ്യിൽ ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് എടുത്തിട്ട് മിസാക്കിനെ കൊല്ലാൻ പോകുന്നതാണ്. മിസാക്കിയാണ് എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ട് അവളെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കുഴിച്ച് മുമ്പിൽ എനിക്ക് ആ സാധനം പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് അവളെ കയ്യിൽ നിന്ന്. തക്കാക്കു പെട്ടെന്ന് ഓടിപ്പോയിട്ട് എമർജൻസി മൈക്കിൽ പറയുന്നതാണ് മിസാക്കിയാണ് ആ എക്സ്ട്രാ സ്റ്റുഡൻറ്റ്, അവളാണ് എക്സ്ട്രാ സ്റ്റുഡൻറ്റ്. അവളെ അപ്പോഴും എല്ലാവരും ക്ലാസ്സിലെല്ലാവരും അവളെ ചുറ്റിനും കൂടിയിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കുയിച്ചി മിസാക്കിനെയും രക്ഷപ്പെടുത്തി എങ്ങനെയല്ലോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുറേ കുട്ടികൾ അവർ പരസ്പരം കൊന്നിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആകെ കുയിച്ചി ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പാട് അവിടത്തേക്ക് തക്കാക്കു വരികയാണ് ചെയ്യുന്നത്. ഓളപ്പാട് മിസാക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു. അവിടെ പിന്നീട് ഓൾക്ക് കഴുത്തിൽ വയറെല്ലാം കുടുങ്ങിയിട്ട് ഓള് അവിടെ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ മിസാക്കിക്ക് അറിയാം ആരാ എക്സ്ട്രാ സ്റ്റുഡൻ്റ് എന്ന്. അവൾ നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവൾക്ക് തോന്നി എക്സ്ട്രാ സ്റ്റുഡൻറ്റ് ഇതിൻ്റെ ഇടയിൽ മരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ മിസാക്കി മേലോട്ട് കൂടുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് ഈ ആനിമീൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, 12th എപ്പിസോഡ്. പിന്നെ ഈ എക്സ്പ്ലനേഷൻ തുടങ്ങും മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വെച്ചാൽ ചാനൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയും എക്സ്പ്ലെയിനിങ് വീഡിയോസ് കിട്ടൂ. എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴത്തേക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്താണെന്ന്. അതുകൊണ്ട് നമുക്കെന്നാ വീഡിയോയിലേക്ക് കടക്കാം. അടുത്ത സീനിൽ മിസാക്കിനെ തേടിയിട്ട് കുയിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം കുയിച്ചിന് മുമ്പിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതാണ് കാണിക്കുന്നത്. അവളെ പുറകിൽ ഒരു കത്തി കയറിയിട്ടുണ്ട്. അവൾ അവിടെ തന്നെ അന്നേരം വീണിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അവളെ പുറകെ കൂടി കസാമി വരുന്നുണ്ട്. കസാമി വേണ്ടി പറയുന്നതാണ് നിനക്ക് ഇവളെ അറിയുമോന്ന്. അത് കേട്ട കുയിച്ച് പറയുന്നതാണ് എനിക്ക് ഇവളെ അറിയാന്ന്. അപ്പം കസാമി പറയുന്നതാണ് ഓ ഇവള് എക്സ്ട്രാ സ്റ്റുഡൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാകാം കസാമി ഇപ്പോഴത്തേക്ക് ഒരു സൈക്കോ ആയി മാറിയിരുന്നു. ഓനും എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം മൊത്തത്തിൽ ആരെ കൊല്ലാനും റെഡിയാ. കസാമി പിന്നീട് കുയിച്ചിനെ കൊല്ലാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആക്കസാബ കഴിഞ്ഞിട്ട് കസാമിനെ കൊല്ലാൻ നോക്കുന്നത്. അപ്പോഴാണ് അവിടത്തേക്ക് മിസ്റ്റർ ചിപ്പി വരുന്നത്. മിസ്റ്റർ ചിപ്പി ആക്കസാബിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നതാണ് നിങ്ങളിങ്ങനെ കൊന്നും ചത്തും നിൽക്കല്ലാന്ന്. അപ്പോൾ ആക്കസാബ നേരെ മിസ്റ്റർ ചിപ്പിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആക്കസാബേനെ മിസ്റ്റർ ചിപ്പി ദൂരോട്ടേക്ക് വലിച്ചെറിയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. കുയിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ മിസാക്കിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവനകത്തേക്ക് മിസാക്കിനെ തേടി പോകുന്നതാണ് കാണിക്കുന്നത്. കുയിച്ച് നോക്കുമ്പോൾ മിസാക്കി ആക്കസാബെ നേർക്കുനേരെ എന്നിട്ട് ആക്കസാബ മിസാക്കിനെ ആക്രമിച്ച് മിസാക്കിനെ കൊല്ലാൻ നോക്കുന്നതാണ്. അപ്പോൾ കുയിച്ച് വേഗം ചാടിച്ചെന്ന് ആക്കസാബേനെ ദൂരോട്ടേക്ക് വലിച്ചെറിയുന്നതാണ്. പിന്നീട് ആക്കസാബ കുയിച്ചിനെ കൊല്ലാൻ നോക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മിന്നലടിച്ചിട്ട് അവിടെയുള്ള എല്ലാ ചില്ലും പൊട്ടി ആക്കസാബേനെ നേരെ കുത്തി കയറുന്നതാണ് കാണിക്കുന്നത്. ആക്കസാബ അവിടെ തന്നെ ചില്ലെല്ലാം കയറി വീഴുന്ന നിലയിൽ കുയിച്ചിനോട് പറയുന്നതാണ് നമ്മൾ കുറച്ച് കാലം മുമ്പ് അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല അധിക സീനിലും ആക്കസാബ പറയുന്നുണ്ട് ഞനക്ക് നിന്നെ എവിടെയോ കണ്ടതായി തോന്നുന്നുണ്ടെന്ന്. പക്ഷെ കുയിച്ച് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഈ ടോക്കിയോയിൽ നിന്ന് ഇവിടെ വന്നേ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. ഇപ്പം നമ്മളൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ആക്കസാബ ചോദിക്കുന്നതാണ് നിന്നെ എവിടെയൊന്നും കണ്ടുപരിച്ചില്ലല്ലോ എന്ന്. അപ്പം കുയിച്ച് പറയുന്നതാണ് ഞാനിവിടെ ടോക്കിയോ സിറ്റിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അതിൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ ഈ സംഭവം നടന്നിട്ട്. എന്നിട്ടും നമ്മുടെ കുയിച്ചിക്ക് ഇതൊന്നും ഓർമ്മയില്ല. അതെങ്ങനെ സംഭവിക്കും? ഇത്രയും കുറച്ച് കാലം കൊണ്ട് ഓനെങ്ങനെ ഇതെല്ലാം മറന്നുപോയെ? ആക്കസാബിന്റെ മരണത്തിന് ശേഷം കുയിച്ചി മിസാക്കിനെ കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മിസാക്കിനെ കോൾ ചെയ്തപ്പോൾ മിസാക്കി പറയുന്നതാണ് ഞാൻ ലോഡ്ജിന്റെ പുറകിലല്ല, പക്ഷെ നീ അങ്ങോട്ടേക്ക് വരണ്ടാന്ന്. പക്ഷെ കുയിച്ചി ഒന്നും കേൾക്കാണ്ട് അങ്ങോട്ടേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. കുയിച്ചി പറയുന്നത് അതാ അവിടെ ആരോ അമർന്ന് കിടക്കുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്തണമെന്ന്. അപ്പോൾ കുയിച്ചി ശ്രദ്ധിക്കുന്നത് മിസാക്കിൻ്റെ കയ്യിൽ ഒരു ആക്സ് ഉണ്ട്, അതേപോലെ തന്നെ ആ മരത്തിൻ്റെ ഇടയിൽ ആരോ കയ്യും ഉണ്ട്. അപ്പോൾ കുയിച്ചി ചെന്ന് നോക്കിയപ്പോൾ മിസാക്കി പറയുന്നത് വേണ്ട, ഇതിനെല്ലാം ഞാൻ തന്നെ അവസാനിപ്പിക്കണം, ഇവരെ രക്ഷിക്കാൻ പറ്റൂലെന്ന്. പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത് അത് മിസ് മിക്കാമിയാണ്. മിസ് മിക്കാമിനെ കണ്ടിട്ട് കുയിച്ചി പറയുന്നതാണ് റെയ്ക്കോ. അപ്പോൾ നമ്മൾക്ക് എന്നേരാണ് മനസ്സിലാകുന്നത് റെയ്ക്കോ ആണ് മിസ് മിക്കാമിന്ന്. പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ റെയ്ക്കോ കുയിച്ചിനോട് 4 റൂൾസ് പറയുന്നുണ്ട് സ്കൂളിനെ പറ്റിയിട്ട്. ആ റൂൾസിൽ 4ാമത്തെ റൂള് കുയിച്ച് ശ്രദ്ധിച്ചില്ലേനു. ആ 4ാമത്തെ റൂൾ ഇതാണ്: നീ ഒരിക്കലും എന്നെ സ്കൂളിൽ വെച്ചിട്ട് റെയ്ക്കോ ആൻറ്റീന്ന് വിളിക്കരുതെന്ന്. എന്നെ എപ്പോഴും മിസ് മിക്കാമീനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുടി ഇങ്ങനെ അയച്ചിട്ട് കാണിച്ചു കൊടുക്കണം ചെയ്യുന്നത്. പക്ഷെ കുയിച്ച അതൊന്നും ശ്രദ്ധിച്ചില്ലേനു. പിന്നീട് നമുക്ക് കുയിച്ചിൻ്റെ വർത്താനാണ് കാണിക്കുന്നത്. കുയിച്ച് പറയുന്നതാണ് ഇപ്രാവശ്യം നമ്മളെ ക്ലാസ്സിൽ മാത്രമാണ് ഹോം റൂം ടീച്ചർ ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സിൽ ഒരു എക്സ്ട്രാ സ്റ്റുഡൻറ്റും ഇപ്രാവശ്യം ഇല്ലേനു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്
എക്സ്ട്രാ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു ഇപ്രാവശ്യം ഉള്ളത്, എക്സ്ട്രാ ടീച്ചറായിരുന്നു. മിസാക്കി കുയിച്ചിനോട് പറയുന്നതാണ് നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് ആക്സ് എടുത്ത് സ്വയം കൊല്ലാൻ നിൽക്കുമ്പോൾ മിസാക്കിനോട് കുയിച്ചു പറയുന്നതാണ് സാരമില്ല, ഇത് ഞാൻ തന്നെ കൊന്നോളൂ, കാരണം എൻ്റെ ആൻറ്റി ഇപ്പോൾ ലിവിങ് ഡെഡ് ആണ്, അതുകൊണ്ട് ഒരിക്കലും മരിച്ച ആളെ ഒന്നും കൂടി കൊന്നാൽ എനിക്ക് വേദന എടുക്കൂലെന്ന്. അങ്ങനെയല്ല, റൈക്കോ ലിവിങ് ഡെഡ് അല്ലെങ്കിൽ പിന്നീട് കുറേ പശ്ചാത്തപിക്കേണ്ടി വരും. പക്ഷേ എന്നേരാണ് മിസാക്കി പറയുന്നത് ഞാൻ റൈക്കോൻ്റെ മരണം നേരിട്ട് കണ്ടതാണ്, കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റൈക്കോനെ ആരോ ഒരു പാലത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് റൈക്കോ മരിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് കുയിച്ചിക്കും ചെറിയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കുയിച്ചിയും അന്ന് ആക്കസാബ പറയുന്നത് ഓർത്തെ, ഏതോ ഒരു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടാണ് ഞാനെന്ന് ഇവിടെ വന്നതെന്ന്. അതേപോലെ തന്നെ എന്നേരാണ് കുയിച്ചിക്ക് ഓർമ്മ വരുന്നത് അന്ന് റൈക്കോ മരിച്ചറിഞ്ഞിട്ടാണ് അവൻ ടോക്കിയോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നീട് കുയിച്ചിക്ക് എല്ലാം ഓർമ്മ വന്നു തുടങ്ങി. കുയിച്ചി പിന്നീട് റൈക്കോ എക്സ്ട്രാ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെയാണ് റൈക്കോനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇപ്പോഴാണ് എല്ലാ കാര്യവും ക്ലിയർ ആയത്. പിന്നീട് കുയിച്ചി റൈക്കോനെ ആ ആക്സ് വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. അടുത്ത സീനിൽ കുയിച്ചിനെയും മിസാക്കിനെയും ഗ്രേവിലാണ് കാണിക്കുന്നത്. അവിടെയാണ് റൈക്കോൻ്റെ യഥാർത്ഥ ബോഡി അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് കുയിച്ചി മിസാക്കിനോട് ക്ലാസ് ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നത് നിനക്കിവിടെ റൈക്കോൻ കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പം മിസാക്കി പറയുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ വേറെ ആർക്കും അവിടെ റൈക്കോനെ കാണാൻ പറ്റുന്നില്ല. പിന്നീട് ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സീനിൽ മോച്ചിസുക്കി തെഷിഗ്വാര ഇവർ രണ്ടുപേരും കൂടി ഒരു CD-യിൽ ഈ നടന്ന എല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്, കാരണം ഭാവിയിലുള്ളവർക്ക് ഇനി ഇത് ഉപകാരപ്രദമാകാൻ. നിങ്ങളിൽ എത്ര പേർക്ക് അറിയുന്നു റൈക്കോനോ ആ ലിവിങ് ഡെഡ് എന്ന്? ആദ്യം ആർക്കെങ്കിലും തിരിഞ്ഞേനോ? നിങ്ങൾക്ക് ഈ ആനിമി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ബൈ.